അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അപ്പോൾ അവസാനത്തെ എപ്പിസോഡിൽ കാണിച്ചത് സിദ്ധു US തിരിച്ചു പോകുന്നതായിരുന്നു. വണ്ടിയിൽ ബാഗൊക്കെ വെച്ചിട്ട് അവൻ എല്ലാവരോടും യാത്ര പറഞ്ഞു പോവുകയാണ്. പോകുന്ന പോക്കിൽ അവന് പിന്നെയും ചന്ദ്രികയെ നോക്കി. അവളറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ആരും കാണാതിരിക്കാൻ അവൾ തുടച്ചു. അവൻ ഒരു പാവകണക്കെ വണ്ടിയിലേക്ക് കയറി. വണ്ടി മുന്നോട്ടേക്ക് നീങ്ങി. അവൻ പോയ ശേഷം എല്ലാവരും തിരിച്ച് വീട്ടിനകത്തേക്ക് കയറിപ്പോയി. ചന്ദ്രിക മാത്രം അവിടെ നിന്നു. അവൻ പോയ ശേഷമാണ് അവൾക്ക് അധികമായി പരിഭ്രാന്തി ഉണ്ടായത്. അവൻ പോയി എന്ന് അവൾ ഉൾക്കൊള്ളുന്നത് ഇപ്പോഴായിരുന്നു. വണ്ടി ഗേറ്റ് കടന്നു പോയതും അവൾ വല്ലാതെ കരയാൻ തുടങ്ങി. വണ്ടിക്കുള്ളിൽ നിന്ന് സിദ്ധു അപ്പോൾ ഓർത്തുകൊണ്ടിരുന്നത് അവന് പനി വന്നപ്പോൾ അവൾ നെറ്റിയിൽ തുണി നനച്ചിട്ടതും കഞ്ഞി വാരിക്കൊടുക്കുമ്പോൾ അവൻ വോമിറ്റ് ചെയ്തപ്പോൾ അവൾ കൈവച്ച് അതൊക്കെ എടുത്തതും അതൊക്കെ ഓർത്തപ്പോൾ അവന് കൂടുതൽ വിഷമമായി. കിണറ്റിൽ വീഴാൻ നേരത്ത് അവൻ രക്ഷിച്ചതോർത്തപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. പിന്നെ അവൻ ഓർത്തത് മലരുമോളെയാണ്. മലരുമോളുടെ കയ്യിൽ മെഹന്തി ഇട്ട് കൊടുത്തതും അവളുടെ കൂടെ കളിക്കുന്നതുമൊക്കെ. പിന്നീട് അവൻ്റെ ഓർമ്മയിൽ വന്നത് മലരുമോൾ കരഞ്ഞുകൊണ്ട് എന്നേക്കാളും അമ്മയെക്കാളും നിനക്ക് നിൻ്റെ ഫ്രണ്ടാണോ വലുത് സിദ്ധു എന്ന് ചോദിക്കുന്നതായിരുന്നു. ഓർത്തുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെ എയർപോർട്ടെത്തി. ഡ്രൈവർ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അയാൾ പുറകിൽ തിരിഞ്ഞ് സിദ്ധുവിനോട് ചോദിച്ചു, എന്താ സാർ, എന്തിനാ കരയുന്നത്? അപ്പോൾ അയാളോട് സിദ്ധു, ഒന്നുമില്ല ഏട്ടാ, അമ്മയെയും അച്ഛനെയും അങ്കിളിനെയും ആൻറ്റിയും ഒക്കെ പിരിഞ്ഞു പോണതോർത്ത് സങ്കടമായിരിക്കും അല്ലേ സാർ? ആ അതെ എന്ന് സിദ്ധുവും പറഞ്ഞു. ഡ്രൈവർ വേഗം വണ്ടി എയർപോർട്ടിൻ്റെ സൈഡിലുള്ള പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുവച്ചു. ഡ്രൈവർ ഇറങ്ങി ലഗേജൊക്കെ അവൻ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, സാർ നോക്കിയിട്ട് സൂക്ഷിച്ചു പോകും. ആ ഓക്കെ. ഡ്രൈവർ തിരിച്ചു പോയതും അവൻ ശ്രദ്ധിക്കാതെ റോഡ് മുറിച്ചു കിടക്കുകയായിരുന്നു. അപ്പോൾ എതിരെ സ്പീഡിൽ വന്ന വണ്ടി അവനെ അടിച്ചു. ചെറുതായി അവനൊന്ന് തറയിൽ വീണ് അവൻ്റെ മേലൊക്കെ വേദനിച്ചു. ഇടിച്ച വണ്ടി പെട്ടെന്ന് അവിടെ നിർത്തി. അതിലുള്ള ഡ്രൈവർ ഇറങ്ങി വന്നു. സാർ എന്തെങ്കിലും സംഭവിച്ചോ സാർ? സോറി സാർ. അപ്പോൾ സിദ്ധു, ഇല്ല സാരമില്ല, ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ അതിലെ ഡ്രൈവർ പറഞ്ഞു, എന്താ സാർ നിങ്ങൾ, ഞാൻ എത്ര വട്ടം ഹോൺ അടിച്ചു? എന്തോ ആലോചിച്ചുകൊണ്ട് നടക്കുകയാണ്. സിദ്ധുവും ഡ്രൈവറോട് സോറി പറഞ്ഞു. ആ ഓക്കെ, നോക്കിയിട്ട് പോ സാർ. അവൻ അതും പറഞ്ഞ് പിന്നെയും യാന്ത്രികമായി എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി. അവിടെ അകത്ത് കയറാൻ വേണ്ടി അവൻ ബോർഡിംഗ് പാസ് കാണിച്ചു. എന്നിട്ട് അകത്തേക്ക് കയറി. ഉള്ളിൽ വെയിറ്റിംഗ് ഏരിയയിൽ പോയി അവിടെ ഒരു ചെയറിലിരുന്നു. അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൻ്റെ എതിരെ ഇരുന്ന ഒരു വയസ്സായ സ്ത്രീ അവൻ്റെ അടുത്തേക്ക് വന്നു. മോനെ, എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. നിങ്ങളുടെ ഫോണൊന്ന് തരുമോ? ഒന്ന് കോൾ ചെയ്തിട്ട് വേഗം തരാമല്ലോ. അവൻ അപ്പം തന്നെ സമ്മതിച്ച് അവൻ്റെ ഫോണെടുത്ത് ആ സ്ത്രീക്ക് കൊടുത്തു. ഇതാ ചേച്ചി, സംസാരിച്ചോളൂ. അവർ ഫോണും കൊണ്ട് വേറൊരു സ്ഥലത്ത് കോൾ ചെയ്യാൻ വേണ്ടി പോയി. ഇപ്പുറത്ത് ചന്ദ്രികയാണ് കാണിക്കുന്നത്. അവൾ നേരെ മലയറിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. തറയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മലയറിൻ്റെ അടുത്ത് പോയി അവളും ഇരുന്നു. അവൾ മലയറിനെ തലോടിക്കൊണ്ടിരുന്നപ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത് മലയറിന് പനി കൂടുതലായിരുന്നു. അയ്യോ, മോൾക്ക് പനി കൂടുതലാണല്ലോ. എണീറ്റ് പോയി അടുക്കളയിൽ നിന്ന് പിന്നെയും കഷായം മരുന്നെടുത്ത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. മലയറിൻ്റെ അടുത്ത് വന്ന് അവളെ വിളിച്ചു, മലർ മലർ. അവൾ കണ്ണു തുറന്ന പാട് തന്നെ ചോദിച്ചു, സിദ്ധു എവിടെയാണ് അമ്മേ? പെട്ടെന്ന് അന്തം വിട്ട് ചന്ദ്രിക നിന്നു, എന്തു പറയണമെന്നറിയാതെ. മലര് പിന്നെയും പറഞ്ഞു, സിദ്ധുവിനെ കാണണം അമ്മേ. മോളെ, നിനക്ക് പനി കൂടുതലുണ്ട്, നീ ആദ്യം കഷായം കുടിക്കേ. മരുന്നൊന്നും എനിക്ക് വേണ്ട, അമ്മ ഒന്ന് സിദ്ധുവിനെ വിളിക്ക്. മലർ, നീ പറഞ്ഞാൽ കേൾക്ക്, എനിക്ക് വേണ്ട. ചന്ദ്രിക അതൊന്നും വകവയ്ക്കാതെ അവളെ എണീപ്പിച്ചിട്ട് മരുന്ന് കൊടുത്തു. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മ എനിക്കിത് വേണ്ടത് കഴിക്കുന്നുണ്ട്, കുറച്ച് കുടിക്കുമോളെ. മലര് പിന്നെയും പറഞ്ഞു, സിദ്ധുവിനെ കാണണം അമ്മേ. അപ്പോൾ ചന്ദ്രിക പെട്ടെന്ന് പറഞ്ഞു, സിദ്ധു സാറ് വീട്ടിലില്ലടാ. അത് കേട്ട് മലര് മോള് ഞെട്ടിപ്പോയി. കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് അവൾ ചോദിച്ചു, സിദ്ധു എവിടെയാ അമ്മേ? അപ്പോൾ ചന്ദ്രിക പറഞ്ഞു, സിദ്ധു സാറ് US പോയിടാ. കരഞ്ഞുകൊണ്ട് മലര് പറഞ്ഞു, സിദ്ധു US പോയി എന്നാണോ പറയുന്നേ? എനിക്കിപ്പം തന്നെ സിദ്ധുവിനോട് സംസാരിക്കണം. സിദ്ധുവിനെ വിളിച്ചതാ അമ്മേ. സിദ്ധുവിനോട് എനിക്കിപ്പോൾ സംസാരിക്കണം. സിദ്ധുവിന് ഫോൺ ചെയ്യാമേ.
ഒരു നിവൃത്തിയും ഇല്ലാന്ന് കണ്ടപ്പോൾ ചന്ദ്രിക പോയി ഫോൺ കൊണ്ടുവന്നു. എന്നിട്ട് അവൾ അതിലേക്ക് കോൾ ചെയ്തപ്പോൾ എൻഗേജ്ഡ് ആയിരുന്നു. ഇപ്പുറത്ത് എയർപോർട്ടിലാണെങ്കിൽ സിദ്ധുവിൻ്റെ ഫോണിൽ ആ ചേച്ചി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ എത്ര നേരം വിളിച്ചിട്ടും ഫോൺ എൻഗേജ് തന്നെയായിരുന്നു. അവസാനം ചന്ദ്രിക കോൾ കട്ട് ചെയ്ത് മലറിനോട് പറഞ്ഞു, സിദ്ധു സാറിന് കോള് പോകുന്നില്ലടാ. അപ്പം കരഞ്ഞുകൊണ്ട് പിന്നെയും വാശി പിടിച്ച് മലര് പറഞ്ഞു, സിദ്ധു എന്നെ വിട്ട് പോയി അല്ലേ, എനിക്കിപ്പോൾ തന്നെ സംസാരിക്കണം. ചന്ദ്രിക എത്ര സമാധാനിപ്പിക്കാൻ നോക്കിയിട്ടും അവൾ വാശി പിടിച്ച് കരഞ്ഞു. സിദ്ധുവിനെ എനിക്കിപ്പോൾ തന്നെ കാണണം, അവിടേക്ക് എന്നെ കൂട്ടിയിട്ട് പോ അമ്മ. മലർ നീ പറഞ്ഞാൽ കേക്ക് മോളെ. പറ്റില്ല, എനിക്കിപ്പോൾ തന്നെ സിദ്ധുവിനെ കാണണം. പെട്ടെന്ന് ഓവറായി വാശി പിടിച്ച് കരഞ്ഞപ്പോൾ മലരിന് ഒരു വിറയൽ പോലെ വന്നു. അവൾ തറയിലേക്ക് വീണു. ചന്ദ്രിക അത് കണ്ട് പേടിച്ചു പോയി. മലർ മോളെ നിനക്ക് എന്താ പറ്റിയേ? അയ്യോ എൻ്റെ മോൾക്ക് എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ മഹേന്ദ്രൻ സാറേ, അവൾ നിലവിളിച്ചു. അയ്യോ എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് ചന്ദ്രിക അങ്ങോട്ടേക്ക് ഓടിപ്പോയി. ഇപ്പുറത്ത് ഇതൊന്നും അറിയാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സിദ്ധുവും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗം കുറച്ച് നോക്കാം. മഹേന്ദ്രൻ സാറിനെയും ലക്ഷ്മി അമ്മയും കൂട്ടി ചന്ദ്രിക വരികയാണ്. അപ്പോഴും മലർ ആ അവസ്ഥയിൽ തന്നെ കിടക്കുകയാണ്. രണ്ടുപേരും പേടിച്ച് മലറിനെ വിളിച്ചു. പിന്നീട് കാണിക്കുന്നത് മഹേഷിനെയാണ്. അമ്പലത്തിൻ്റെ നടയിൽ വെച്ച് അവൻ താലിയെടുത്ത് ചന്ദ്രികയോട് പറയുന്നു, ഇപ്പോൾ തന്നെ ഈ അമ്പല നടയിൽ വെച്ച് ഞാൻ നിൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ പോവുകയാണ് എന്നും പറഞ്ഞ് കെട്ടാൻ പോകുമ്പോൾ ചന്ദ്രിക തടയുന്നു. അങ്ങനെ അവിടെ പിടിവലി ഉണ്ടാവുന്നു. അങ്ങനെ അവൻ പിടിച്ചു വെക്കാൻ പോകുന്ന നേരത്ത് അവളുടെ വായിൽ നിന്നും ഒരു വാക്ക് വന്നു, എൻ്റെ മനസ്സിൽ സിദ്ധാർത്ഥ് സാറ് മാത്രമേ ഉള്ളൂ. പിന്നീട് കാണിക്കുന്നത് അവൻ സ്കൂട്ടിയിൽ സ്പീഡിൽ പോകുന്നു. സിദ്ധു പ്ലെയിനിലേക്ക് കയറാനും പോകുന്നു. ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അടുത്ത നല്ല ഒരു എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.